മൃഗശാലയിലും സർക്കസിലും കാണുന്ന മിക്കവാറും ആനകൾ പിടിയാനകളാണ്. അവയെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ് എന്നതാണ് ഇതിനു കാരണം. കൊമ്പനാനകൾക്ക് 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഹോർമോൺ ഇംബാലൻസിംഗ് പീരീഡുണ്ട്. വർഷത്തിൽ 8 മാസം വരെ അവ ശാന്ത സ്വഭാവികളായിരിക്കും. തണുപ്പുള്ള നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ അവയ്ക്ക് ഉൾച്ചൂട് ഇളകുന്ന കാലമാണ്. അതിനെയാണ് നാം മദപ്പാട് എന്ന് വിളിക്കുന്നത്. അവയുടെ ചെവിക്കും കണ്ണിനും മധ്യേ തൊലിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന മദഗ്രന്ഥി വീർത്തു വലുതാവുകയും എണ്ണ പോലെ കൊഴുത്ത ഒരു ദ്രാവകം കവിളിലൂടെ ഒഴുകുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിൽ അവ അക്രമകാരികളായിരിക്കും. അവയെ നിയന്ത്രിച്ചു നിർത്തുക പ്രയാസമാണ്. ഒരു കൊമ്പനാനയുടെ ശരീരത്തിന് 2500 മുതൽ 5500 കിലോഗ്രാം വരെ ഭാരമുണ്ട്. പിടിയാനയ്ക്കാണെങ്കിൽ 2000 മുതൽ 3000 വരെയും. എന്നാൽ ആനയുടെ ഹൃദയത്തിന് 12 കിലോഗ്രാം മുതൽ 21 കിലോഗ്രാം വരെ മാത്രമേ ഭാരമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ശരീരത്തിൽ മുഴുവൻ രക്തമെത്തിക്കാനുള്ള കഴിവ് അതിൻ്റെ ഹൃദയത്തിനില്ല. പ്രധാനപ്പെട്ട ആന്തരികാവയവങ്ങളിൽ രക്തമെത്തിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ അവ ത്വക്കിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നു. മാത്രമല്ല അവയുടെ ത്വക്കിൽ സേബേഷ്യസ് ഗ്ലാൻസ് ഇല്ല. ഈ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീബം എന്ന കൊഴുത്ത ദ്രാവകമാണ് നമ്മുടെ ചർമ്മത്തിൽ മോയ്സ്ചർ നിലനിർത്തുന്നത്. അവയുടെ ത്വക്കിന് 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ തിക്നെസ്സും ഉണ്ട്. അതുകൊണ്ട് ആനയുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന മുറിവുകൾ ഒരിക്കലും ഉണങ്ങുന്നില്ല. മുറിവുണ്ടാകുമ്പോൾ രക്തമൊന്ന് കട്ടപിടിച്ച് ആ മുറിവടച്ച് കരിയിച്ച് ഭേദമാക്കുന്ന നമ്മുടെയൊക്കെ ശരീരത്തിൽ വളരെ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയ ആനയുടെ കാര്യത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുറിവുകൾ വ്രണമായി പഴുത്ത് പുഴുക്കളരിക്കും. ആനയ്ക്ക് തൊലിപ്പുറത്ത് വിയർപ്പ് ഗ്രന്ഥികളില്ല. അവയുടെ വിയർപ്പ് ഗ്രന്ഥികൾ കാൽവിരലുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ അവയുടെ ശരീര താപനില നിയന്ത്രിച്ചു നിർത്തുക എളുപ്പമല്ല. അവ അത് നിയന്ത്രിച്ചു നിർത്തുന്ന 2 മാർഗങ്ങളിലൂടെയാണ്. ഒന്നാമത്തേത് അവയുടെ വലിയ ചെവികളാണ്. അവയ്ക്കടിയിലെ തൊലി മറ്റു ഭാഗങ്ങളിലേക്കാൾ നേരിയതാണ്. അതിനെ നക്കിൾസ് എന്ന് പറയുന്നു. ഇതാണ് ആനയുടെ ശരീരത്തിലെ ഏറ്റവും മൃദുവായ ഭാഗം. വലിപ്പമുള്ള ചെവികളാട്ടുമ്പോൾ ആ ഭാഗങ്ങളിലെത്തുന്ന രക്തത്തിൻ്റെ ഉഷ്ണം കുറയുന്നു. അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി ത്വക്കിൽ നേർമയുള്ള ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളിലേക്ക് രക്തമെത്തുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് കുറയുന്നു. അതിനാലാണ് അവർ വെള്ളം കോരി ദേഹത്തൊഴിക്കുന്നത്. ആനയുടെ സ്കിൻ വളരെ സെൻസിറ്റീവാണ്. അതിന് 1 ഇഞ്ചിലധികം കട്ടിയുണ്ട്. മാത്രമല്ല നാഡികളുടെ അഗ്രഭാഗങ്ങൾ നിറഞ്ഞതുമാണ്. സ്കിൻ വളരെ ലൂസായി കിടക്കുന്നവയാണ്. അത് അവയെ ചർമ്മത്തിനടിയിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. ഈർപ്പം ശരീരത്തെ തണുപ്പിക്കാനും സഹായിക്കുന്നു. ലോകത്തിലാകെ 3 തരം ആനകളാണുള്ളത്. ആഫ്രിക്കൻ സാവന്ന എലിഫൻറ്റ്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻറ്റ്, പിന്നെ ഏഷ്യൻ എലിഫൻറ്റ്. നമ്മുടെ ആനകളെല്ലാം ഏഷ്യൻ എലിഫൻറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഏഷ്യൻ ആനകൾ സാധാരണയായി സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ആഫ്രിക്കൻ ആനകൾ സബ് സഹാറൻ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. അവർ ആ ഭൂഖണ്ഡത്തിലെ 37 വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ വിഹരിക്കുന്നു. ആഫ്രിക്കൻ ആനകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ആകൃതിയിലുള്ള വലിയ ചെവികളുണ്ട്. അവയ്ക്ക് സാധാരണയായി 8 മുതൽ 13 അടി വരെ ഉയരവും 3600 മുതൽ 7300 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. അതായത് 3 കാറുകളുടെ ഭാരം. ഏഷ്യൻ ആനകളേക്കാൾ വലിപ്പം കൂടുതലാണ് ആഫ്രിക്കൻ ആനകൾക്ക്. ഏഷ്യൻ ആനകൾക്ക് 6 മുതൽ 12 അടി വരെ ഉയരവും 2500 മുതൽ 5500 കിലോഗ്രാം വരെ ഭാരവുമാണ് ഉണ്ടായിരിക്കുക. ആഫ്രിക്കൻ ആനകളുടെ കൊമ്പുകൾ വളരെ വലുതായിരിക്കും. പെണ്ണിനും ആണിനും ഒരുപോലെ കൊമ്പുകൾ കാണപ്പെടുന്നു. എന്നാൽ ഏഷ്യൻ ആനകളുടേത് താരതമ്യേന ചെറിയ കൊമ്പുകളായിരിക്കും. മാത്രമല്ല ആണാനകളിൽ മാത്രമേ വലിയ കൊമ്പുകൾ കാണപ്പെടുന്നുള്ളൂ. ഏഷ്യൻ ആനകളുടെ സ്കിന്നാണ് താരതമ്യേന മിനുസമാർന്നത്. ആഫ്രിക്കൻ ആനകളുടെ സ്കിൻ ഇരുണ്ടതും നിറയെ ചുളിവുകൾ ഉള്ളതുമായിരിക്കും. ഏഷ്യൻ ആനകൾക്ക് സാധാരണയായി കടും ചാരനിറമോ തവിട്ട് നിറമോ ചുവപ്പ് നിറമോ ആയിരിക്കും. അവയുടെ നിറം അവ ജീവിക്കുന്ന മണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു. പലപ്പോഴും മുഖത്തും ചെവിയിലും തുമ്പിക്കയിലും പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള അടയാളങ്ങളും ഉണ്ടാവും. ആഫ്രിക്കൻ ആനകളെക്കാൾ ഏഷ്യൻ ആനകൾക്ക് ഓരോ കാലിലും 1 നഖം കൂടുതലുണ്ട്. ഏഷ്യൻ ആനകൾക്ക് മുൻകാലുകളിൽ 5 നഖങ്ങളും പിറകിൽ 4 നഖങ്ങളുമുണ്ട്. ആഫ്രിക്കൻ ആനകൾക്ക് മുൻപിൽ 4, പിൻകാലുകളിൽ 3 എന്നിങ്ങനെയാണുള്ളത്. അവയ്ക്ക് തുമ്പിക്കൈയുടെ അറ്റത്ത് വിരലുകളുണ്ട്. ആഫ്രിക്കൻ ആനകൾക്ക് 2 വിരലുകളും ഏഷ്യൻ ആനകൾക്ക് 1 വിരലുമാണുള്ളത്. ആഫ്രിക്കൻ ആനകൾ ഒരിനം അക്കേഷ്യ മരം കഴിക്കുന്നത് ഒഴിവാക്കുന്നു. ആ മരത്തിൽ ധാരാളം ഉറുമ്പുകൾ കാണപ്പെടുന്നു എന്നതാണ് കാരണം. അവയുടെ സെൻസിറ്റീവായ തുമ്പിക്കൈയിൽ ഉറുമ്പുകൾ കയറിയാൽ അത് അവയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.